നോട്ടിഫിക്കേഷൻ സെറ്റിംഗ്സിൽ 2 ട്രിക്കുകൾ. ഇതിലേതെങ്കിലും ഒന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാത്തത് തന്നെയായിരിക്കും, വളരെയധികം ഉപകാരപ്രദമുള്ളതും ആയിരിക്കും. അറിവുള്ളതാണെങ്കിലും അറിയാത്തതാണെങ്കിലും ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അറിയാത്തവർക്ക് ചിലപ്പോൾ ഈ വീഡിയോ വളരെയധികം ഗുണം ചെയ്യും. ഏതാണ് ട്രിക്കുകൾ എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് പല പ്ലാറ്റ്ഫോമുകളിൽ നിന്നുമായിട്ടും ഒരുപാട് മെസ്സേജുകൾ, നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരാറുണ്ട്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ബിസി ആയത് കാരണം നമുക്കത് വായിക്കാനോ അതിന് റിപ്ലൈ കൊടുക്കാനോ സമയം കിട്ടി എന്ന് വരില്ല. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് നോട്ടിഫിക്കേഷൻ ബാർ ഇങ്ങനെ താഴ്ത്തി കഴിഞ്ഞാൽ ആ ഒരു മെസ്സേജ് ഇവിടെ കാണാൻ സാധിക്കും. അവിടെ അത് തുറക്കാതെ നിങ്ങൾ ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇതുപോലെ സ്നോസ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 15 മിനിറ്റ്, 30 മിനിറ്റ്, 1 മണിക്കൂർ, 2 മണിക്കൂർ എന്നൊക്കെ കാണാൻ സാധിക്കും. നിങ്ങളുടെ ബിസിയൊക്കെ മാറിയിട്ട് നിങ്ങൾ എത്ര മിനിറ്റിന് ശേഷമാണ് നിങ്ങൾ ഫ്രീ ആകുക, ആ മിനിറ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വന്ന ഈ ഒരു നോട്ടിഫിക്കേഷൻ ആ ഒരു സമയം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വീണ്ടും ഷോ ആകും. അപ്പോൾ നിങ്ങൾക്ക് സമാധാനമായിട്ട് അതിന് റിപ്ലൈ കൊടുക്കാം, അത് വായിക്കാം. ഓക്കെ, ഇനി നിങ്ങളുടെ മൊബൈലിൽ സ്നോസ് കാണുന്നില്ല എങ്കിൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ആൻഡ് ക്വിക്ക് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ മോർ സെറ്റിംഗ്സ് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് താഴേക്ക് വരുമ്പോൾ ഇവിടെ നോട്ടിഫിക്കേഷൻ സ്നോസിംഗ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ഓഫിലാണെങ്കിൽ അതൊന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാലും പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ സ്നോസിൻ്റെ ഓപ്ഷൻ കാണിക്കും. ഓക്കെ, ഇനി തൊട്ട് താഴെ ഇവിടെ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഓഫിലാണെങ്കിൽ അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും മെസ്സേജ് അയച്ചിട്ട് പെട്ടെന്ന് തന്നെ ഡിലേറ്റ് ആയി പോകുന്ന പരിപാടിയുണ്ട്. അത് നമുക്ക് കണ്ടുപിടിക്കാൻ ഈ ഒരു ഓപ്ഷനിലൂടെ സാധിക്കും. ഞാനിപ്പോൾ മറ്റൊരു മൊബൈലിൽ നിന്നും എൻ്റെ മൊബൈലിലെ വാട്സാപ്പിലേക്ക് ഒരു ഹലോ എന്ന ഒരു മെസ്സേജ് അയക്കുകയാണ്. ഓക്കെ, മെസ്സേജ് ഇതാ ടൈപ്പ് ചെയ്തു, ഞാൻ സെൻഡ് ചെയ്തു. ഇതാ ഇവിടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ആ മൊബൈലിലുള്ള വാട്സാപ്പ് ഞാൻ തുറക്കുന്നില്ല. അതിനു മുമ്പ് തന്നെ ഞാൻ അയച്ച ആ ഒരു മെസ്സേജ് ഇതാ ഇവിടെ നിന്ന് ഡിലീറ്റ് ഫോർ എവരി വൺ കൊടുത്തിട്ട് ഡിലീറ്റ് ചെയ്യാണ്. ഓക്കെ, ഇതാ ഡിലീറ്റ് കൊടുത്തു. ഇനി നമ്മുടെ ആ ഒരു വാട്സാപ്പ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ വ്യക്തി അയച്ച മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ എന്താണ് മെസ്സേജ് അയച്ചതെന്ന് കാണുന്നില്ല, അത് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. എന്നാൽ നമ്മൾ നേരത്തെ ഓണാക്കിയ ആ സെറ്റിംഗ്സിലൂടെ അത് കൃത്യമായിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ആൻഡ് ക്വിക്ക് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് മോർ സെറ്റിംഗ്സ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ദാ ഇവിടെ ഹലോ എന്ന മെസ്സേജാണ് അയച്ചിട്ടുള്ളത്. ആ ടൈമൊക്കെ കൃത്യമായിട്ട് ദാ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നും ആര് മെസ്സേജ് അയച്ച് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു ടെക്സ്റ്റ് മെസ്സേജ് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഫോട്ടോസ്, വീഡിയോസൊക്കെ അയച്ചിട്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോസ്, വീഡിയോസ് ആണ് എന്ന് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ എന്ത് ഫോട്ടോ ആണ്, എന്ത് വീഡിയോ ആണ് എന്ന് ഒരിക്കലും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കില്ല. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഓക്കെ, ഈ ട്രിക്കുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.